അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വഅലാ മശായിഖിനാ വഅലാ വാലിദീനാ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ചെറിയ അമലുകളെ കൊണ്ട് വലിയ പുണ്യങ്ങൾ കിട്ടുന്ന അമലുകളാണ് നാം പറഞ്ഞു വരുന്നത്. അത്തരം ഒരു അമല് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പുണ്യകർമ്മമാണ് പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്റിനെ പരിഗണിക്കുക എന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയാൻ പോവുകയാണ്. അവസാനത്തെ 10 പ്രവേശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയവര് വലിയ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാൽ കഴിഞ്ഞുപോയ ദിവസങ്ങളെ അശ്രദ്ധമായി തള്ളി നീക്കിയവർക്ക് ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നൽകുന്നുണ്ട്. മടി കൊണ്ടോ മറ്റു പലതിലും ബിസിയായതുകൊണ്ടോ ജോലി തിരക്ക് കാരണമോ കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർക്കുള്ള അസുലഭ ദിവസങ്ങളാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ. അവയിൽ വളരെ പ്രധാനമാണ് ഒറ്റയിട്ട രാവുകൾ, അഥവാ 21-ന്റെ രാവ്, 23-ന്റെ രാവ്, 25-ന്റെ രാവ്, 27-ന്റെ രാവ്, 29-ന്റെ രാവ് എന്നീ രാവുകൾ. ഈ ഏതെങ്കിലും രാവുകളിലാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. അഥവാ വിശുദ്ധ ഖുർആൻ വലിയ മഹത്വം നൽകി അതിനായി ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു ആദരിച്ച ഈ രാവുകൾ ഉണ്ടാവുക. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ ഖദ്റാണ് ഈ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പരാമർശിച്ച സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് തുടങ്ങുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. പരിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഖദ്റിന്റെ രാത്രിയിലാണ്. മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്. നാം ഇതുവരെ ഈ പരിശുദ്ധ റമദാനിൽ ഓതിക്കൊണ്ടിരുന്ന ആ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തിലേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണെന്ന്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ മഹത്വം നമ്മെ ഉണർത്താൻ വേണ്ടി നമ്മോട് ചോദിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഹബീബായവരെ നിങ്ങൾക്കറിയുമോ? അത് ചില്ലറ ദിവസമല്ല. ഞാൻ എൻ്റെ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ, അവതരിപ്പിക്കാൻ ഉപയോഗിച്ച ആ രാവ് വല്ലാത്ത മഹത്വമുള്ള രാവാണ്. അഥവാ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മാഷാ അല്ലാഹ്. അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന രാവ്. അഥവാ ഒരു 80 ചില്ലാനം വർഷത്തെക്കാളും ഉത്തമമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. അപ്പോൾ നമ്മുടെ വിഷയമായ ഇത്തിരി കർമ്മം കൊണ്ട് ഒത്തിരി കൂലി കിട്ടുന്ന ഒരു രാവാണ് എന്ന് മനസ്സിലാക്കാം. നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല അടുത്ത റമദാനിൽ നാം ഉണ്ടാകുമോ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പോൾ ഈ രാവുകളെ നാം ഈ വർഷം തന്നെ ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞോ ആ രാവിന്റെ മഹത്വം? അള്ളാഹു ആ സൂറത്തിൽ വീണ്ടും പറയുന്നു, തനസ്സലുൽ മലായിക. ഒരു സൂറത്ത് മുഴുവനും ആ രാവിന്റെ മഹത്വം പറയാനാണ് അവതരിപ്പിച്ചത്. മഹാന്മാരായ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണത്. ആരാ മലക്കുകൾ? നമുക്കറിയാലോ, ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ. അവര് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മോടൊപ്പം ചേർന്നാലോ നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കും, നാം ബറക്കത്തുള്ളവരാവും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന റഹ്മത്തും ബറക്കാത്തുകളും മനസ്സിലാക്കി അതിൽ പങ്കാളികളാവാൻ മലക്കുകൾ പോലും ഇറങ്ങി വരുന്ന രാവ് എന്ന്. കഴിഞ്ഞോ? ഇല്ല. വറൂഹു ഫീഹാ. ആ രാത്രിയിൽ
മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വരേക്കും നമ്മോടൊപ്പം ചേരാൻ വരും. എല്ലാ അമ്പിയാക്കളെയും കണ്ട നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ ഇസ്റാ മിഅ്റാജിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഞ്ചരിച്ച ബദറിൽ പങ്കെടുത്ത ബദരിയായ ജിബ്രീൽ അലൈഹിസ്സലാം ആ ദിവസം നമ്മോടൊപ്പം ഒത്തുചേരും, നമ്മോട് കൂടെ പങ്കെടുക്കാൻ വരും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം പറഞ്ഞതിൽ ആ രാവിന്റെ മഹത്വവും ആ മഹാനവറുകളുടെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാം. പിന്നെയോ ഇതിന് റബ്ബിയും, അവരെങ്ങനെ വരുന്നത്? ആ രാത്രിയുടെ മഹത്വം കാരണം അവരുടെ നാഥനായ അള്ളാഹുവിന്റെ പ്രത്യേക അനുമതി വാങ്ങിയാണ് മഹാന്മാരായ മലക്കുകൾ ഭൂമിയിലേക്ക് വരുന്നത്. നമുക്കറിയാം, പ്രത്യേക നേതാക്കൾ പങ്കെടുക്കുന്ന വലിയ വലിയ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. എന്നതുപോലെ നാം ലൈലത്തുൽ ഖദർ ആഘോഷിക്കുന്ന സമയത്ത്, ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമ്മോടൊത്തുചേരാൻ മലക്കുകൾ പ്രത്യേകം അനുമതി വാങ്ങി ആകാശലോകത്തിന് ഇറങ്ങി വരികയാണ്. മിൻ കുല്ലി അംരിൻ, സകല നന്മകളും ബറക്കത്തുകളുമായാണ് അവർ വരിക. മലക്കുകൾ ആ രാത്രിയിൽ മുഅ്മിനീങ്ങൾക്ക് സലാം പറയുകയും അവരുടെ ദുആകൾക്ക് ആമീൻ പറയുകയും ചെയ്യുമെന്ന് തഫ്സീറുകളിൽ കാണാം. എത്ര വലിയ ഭാഗ്യമാണത്! അവരുടെ സലാമൊക്കെ നമുക്ക് കിട്ടുക. എന്താ സലാം? അസ്സലാമു അലൈക്കും, മലക്കുകളുടെ ഭാഗത്തുനിന്നുള്ള സലാം, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. പിന്നെ നമ്മളിവിടെ പരാജയപ്പെടാനാ? നമ്മുടെ ദുആക്ക് അവർ ആമീൻ പറഞ്ഞാൽ ആ ദുആ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ വീട്ടിലും അവർ വരും, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലും അവർ വരും. പക്ഷേ ആ സമയത്ത് അവർ നമ്മെ എങ്ങനെയായിരിക്കും കാണുക? അവർ വരുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മൊബൈൽ കളിക്കുന്നതായാണോ അവർ നമ്മെ കാണുക? അതോ സൊറ പറയുന്നതായോ? അതുമല്ലെങ്കിൽ സിനിമ കാണുന്നവരായോ? അതുമല്ലെങ്കിൽ അങ്ങാടിയിലും സൂക്കുകളിലും മാർക്കറ്റുകളിലും പാർക്കുകളിലും തെണ്ടി നടക്കുന്നതായാണോ അവർ നമ്മെ കാണുക? അല്ല, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായോ ആണോ നമ്മെ കാണുക? മാഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ഭാഗ്യവാന്മാരായിരിക്കും അവര്. മഹാന്മാരായ, നമ്മൾ ഉറച്ചു മനസ്സിലാക്കിയ മഹാന്മാരായ മലക്കുകൾ അങ്ങാടിയിലും ഷോപ്പിംഗ് മാളുകളിലും അല്ല വരിക. നമ്മെ തേടി അവർ വരിക നാം അനാവശ്യങ്ങൾ ഏർപ്പെടുന്ന സ്ഥലങ്ങളിൽ അല്ല, നാം ഹറാമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മെ കാണാൻ ഈ മലക്കുകൾ വരികയില്ല. പിന്നെ അവരെവിടെ വരിക? അവർ വരിക പരിശുദ്ധ ഹറമുകളിൽ, പരിശുദ്ധ പള്ളികളിൽ, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന വീടുകളിൽ, അതുപോലെ മറ്റു നല്ല ഇടങ്ങളിലൊക്കെയാണ് ആ മഹാന്മാര് നമ്മോടൊപ്പം ഒത്തുചേരാൻ വരിക. അപ്പോൾ നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ നാം എവിടെയാണ് എന്ന് ഓർക്കുകയും നാം നല്ല ഇടങ്ങളിലാവാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുക, നാം തീരുമാനിക്കുക. അതിനുവേണ്ടി മുൻകൂട്ടി കാലേകൂട്ടി നാം ഒരുങ്ങുക. രാത്രി സമയങ്ങളൊക്കെ എൻ്റെ സഹോദരിമാര് മറ്റു ജോലികളിൽ വൈകുന്നതിന് പകരം ഇത്തരം രാവുകൾ, 21-ന്റെ രാവ്, 23-ന്റെ രാവുകളിലൊക്കെ നമ്മുടെ ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ പകൽ തീർത്തു വെക്കുക, രാത്രിയിൽ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാം. കഴിഞ്ഞ ആ രാത്രിയുടെ പ്രത്യേകത ഇല്ല, അള്ളാഹു ആ സൂറത്തിന്റെ അവസാനം പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാവ് മുഴുവനും അഥവാ പ്രഭാതം വരെ അനുഗ്രഹത്തോടനുഗ്രഹമാണ്, സമാധാനമാണ്, എല്ലാ തിന്മകളിൽ നിന്നുമുള്ള രക്ഷയുടെ രാവാണ്. മാഷാ അല്ലാഹ്. ഈ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് തിരുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ അവസാനത്തെ 10 വല്ലാതെ ആദരിച്ചത്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു, റമദാനിലെ അവസാനത്തെ 10 സമാഗതമായാൽ അഹ്യൽ ലൈല. അല്ലാഹ് അല്ലാഹ്, ആരാണിത്? രാത്രിയെ ജീവിപ്പിക്കും, രാത്രിയിൽ ഉറങ്ങുകയില്ല, മറിച്ച് ഇബാദത്തിൽ മുഴുകും. അങ്ങാടി തണ്ടുമെന്നല്ല, ഇബാദത്തിൽ മുഴുകും. തന്റെ കുടുംബത്തെയും മക്കളെയും ഒക്കെ വിളിച്ചുണർത്തി തന്നോടൊപ്പം ആ സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാവാൻ പ്രേരിപ്പിക്കും. നമ്മളൊക്കെ ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ, ഭർത്താവ് ഉറങ്ങുകയാണെങ്കിൽ, മക്കൾ ഉറങ്ങുകയാണെങ്കിൽ, മറ്റു വല്ല ഹറാമുകളിലും ഇടപഴകുകയാണെങ്കിൽ അവര് കുട്ടികളല്ലേ,
അവർ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതല്ല, ഐഖള അഹ്ലഹു, മക്കളെയും കുടുംബത്തെയും ഒക്കെ വിളിച്ചുണർത്തും. എന്നിട്ട് വജദ്ദ വശദ്ദൽ മിഅ്സറ, ആ രാത്രികളിൽ വല്ലാത്ത പരിശ്രമം നടത്തുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യും എന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഈ ദിവസങ്ങളെ പ്രത്യേകം ഓർമ്മിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മഗ്രിബ്, ഇശ എന്നീ ഫർദ് നിസ്കാരങ്ങൾ ഭംഗിയായി ജമാഅത്തായി നിസ്കരിക്കാനും അവയുടെ ശേഷമുള്ള സുന്നത്തുകളും തറാവീഹും വിത്റുമൊക്കെ പ്രത്യേകം ആത്മാർത്ഥമായി നിർവഹിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഈമാനം വഹ്തിസാബൻ, ആ ഹദീസിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ നിസ്കാരം നീ അങ്ങനെയാക്കി തരണം അല്ലാഹ്. അപ്പൊ നിസ്കാരത്തിനെല്ലാം ആവേശം കിട്ടും. പ്രവാസ ലോകത്തും നാട്ടിലും ഈ ദിവസങ്ങൾ വ്യത്യസ്തമായിരിക്കും. പ്രവാസികൾക്ക് ഇന്നത്തെ 20ന്റെ നോമ്പ് തുറക്കുന്നതോടെ ശേഷം വരുന്ന രാത്രി 21ന്റെ രാവാണ്. നാട്ടിൽ 21ന്റെ രാവ് നാളെയായിരിക്കും. പരിശുദ്ധ മക്കയുടെയും വിശുദ്ധ മദീനയുടെയും പരിസരത്തുള്ള പ്രവാസികൾ ഈ രാവുകളെ പരിശുദ്ധ ഹറമുകളിൽ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കുക. പരിശുദ്ധ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ പോകണമെന്നില്ല. യാത്രയും പാർക്കിങ്ങും ഒക്കെ വലിയ പ്രയാസമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പരിശുദ്ധ മക്ക ഹറം ബോർഡറുകൾക്കുള്ളിലെ ഏത് പള്ളിയിൽ കഴിച്ചു കൂട്ടിയാലും ഒരു നിസ്കാരത്തിന് 1,00,000 പുണ്യം കിട്ടും. ഹറമിൽപ്പെട്ട പള്ളി തന്നെ അവിടെ നിന്നല്ല, പള്ളിയിലാവുമ്പോൾ കൂടുതൽ കൂലി കിട്ടുമല്ലോ. ഹറമിലെ അധിക പള്ളികളും രാത്രി പൂർണ്ണമായും ഇത്തിക്കാഫിനായി തുറന്നിട്ടിരിക്കും. ഫർദ് നിസ്കാരങ്ങൾക്കും തറാവീഹിനും വിത്റിനും പുറമെ തസ്ബീഹ് നിസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം, സ്വലാത്ത് ചൊല്ലൽ എന്നിവയെല്ലാം നമുക്ക് ആ ഹറമുകളിൽ വെച്ച് നടക്കും. എല്ലാറ്റിനും ലക്ഷക്കണക്കിന് പുണ്യം കിട്ടും. ലൈലത്തുൽ ഖദറുമായി ഒത്തുവന്നാലോ പുണ്യത്തിന്റെ മഹത്വം അല്ലെങ്കിൽ വലിപ്പം, അതിൻ്റെ എണ്ണം പറയുകയും വേണ്ട. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഈ രാവുകളെ പ്രത്യേകം ഒന്ന് പരിഗണിക്കുക. അതിനുവേണ്ടി നാം ഒരുങ്ങുക, നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ അനുഭവിച്ച് പുണ്യം നേടാൻ കഴിയുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.